എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് അടക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ SC/ST ആണോ അല്ലെങ്കിൽ NIOS, VHSC, അതുപോലെ HSC, CBSE, CISE ഇവയിൽ പഠിച്ചതാണോ അല്ലെങ്കിൽ NIOS ആണോ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റ് ബോർഡുകളിൽ പഠിച്ചവരാണോ എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഫീ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ എന്നുള്ളതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇതിൽ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു HSC, VHSC, CBSE, ICSE എന്നിങ്ങനെയുള്ള വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥികളിൽ SC/ST ആണ് നിങ്ങളെങ്കിൽ 930 രൂപയാണ് ഫീസ്. അതുപോലെ മറ്റ് കാറ്റഗറി ഉള്ളവരാണെങ്കിൽ 1850 രൂപയാണ് ഫീസ് വരിക. അതുപോലെ NIOS അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ബോർഡുകളിൽ പഠിച്ചവർ ആണെങ്കിൽ SC/ST വിഭാഗത്തിലുള്ളവർക്ക് 720 രൂപയാണ് ഫീസ്. മറ്റു കാറ്റഗറി ഉള്ളവർക്ക്, അതും ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള മറ്റ് കാറ്റഗറി ഉള്ളവർക്ക് 1640 ആണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള, അതായത് ഈ ഒരു നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് 22-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് 24-ാം തീയതി വരെയാണ് അവസരം ഉള്ളത്. 25-ാം തീയതിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യണമെങ്കിൽ റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം സെക്കൻഡ് സപ്ലിമെൻ്ററി വരുന്ന സമയത്ത് നിങ്ങളെ അതിലേക്ക് പരിഗണിക്കും ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലായിരിക്കും നിങ്ങൾ ഏത് സമയത്താണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്, ഏത് ദിവസമാണ് പോവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റും, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൊടുത്ത എല്ലാവിധ ഡോക്യുമെൻറ്റും അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ അപേക്ഷയിൽ നൽകാത്തത് ഉണ്ടെങ്കിൽ അത് അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതില്ല. കാരണം അപേക്ഷയിൽ കൊടുക്കാതെ സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഈ ഒരു അഡ്മിഷൻ ടൈമിൽ പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് 25-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം നൽകിയിട്ടുള്ളത്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ റിസൾട്ട് അറിയാം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ SMS അയച്ചിട്ടുണ്ടാകും. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകിയതിൻ്റെ പ്രിൻ്റ് ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ടാകും. അതായത് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു മാൻഡേറ്ററി ഫീസ്, അതായത് ഈ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്കാണ് ഉണ്ടാവുക. അതേസമയം ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അല്ലെങ്കിൽ മുൻ അലോട്ട്മെൻറ്റിലൊന്നും കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ ഇതുവരെ മാൻഡേറ്ററി ഫീസ് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അടക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPI നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് ഈ ഒരു SBI ePay വഴി അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് അടുത്ത പേജിൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് എയ്തർ യൂസിങ് നെറ്റ് ബാങ്കിങ് ഓർ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ഓർ UPI എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ അതായത് ഓൺലൈൻ മോഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലിക്ക് ഓൺ ദ പേ ഓൺലൈൻ ബട്ടൺ ടു പേ ടു അഡ്മിഷൻ ഫീ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അത് പേ ഓൺലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസിലേക്ക് പോകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് വരുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരമുള്ള ഡേറ്റിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടും. അതുപോലെ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് അതായത് ആ ഒരു ദിവസം പോകാനായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുമായിട്ട് കോളേജിലെ പ്രിൻസിപ്പാളിനെ ബന്ധപ്പെടുകയും പ്രിൻസിപ്പാളിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അഡ്മിഷനുള്ള സൗകര്യം ലഭ്യമാക്കുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്പറോ മറ്റോ അതിലില്ല എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഈ ഒരു പാസ്വേഡ് തെറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ തെറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഹയർ സെക്കൻഡറി എക്സാം രജിസ്റ്റർ നമ്പർ നൽകുക. ചേഞ്ച് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പാസ്വേഡ് അതുപോലെ കൺഫേം പാസ്വേഡ് എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏകദേശം 5-6 അക്കം മാത്രമേ ടൈപ്പ് ചെയ്യാനുള്ള അവസരം ഉള്ളൂ. അതായത് 5-6 ഏകദേശം 8ഓളം മാത്രമേ പാസ്വേഡിന് ആ ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്ര അക്കങ്ങളാണ് അതുപോലെ തന്നെ എത്ര പാസ്വേഡിൻ്റെ ക്യാരക്ടേഴ്സ് എത്രയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ ക്യാരക്ടേഴ്സുള്ള പാസ്വേഡ് ചിലപ്പോൾ നിങ്ങൾ നൽകുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പാസ്വേഡ് നൽകിയ ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണുന്ന അതേ പേജിൽ പോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി ഉണ്ടോ എന്നുള്ളത്. സെക്കൻഡ് സപ്ലിമെൻ്ററി ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഫീ പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു കോളേജിൽ അതായത് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വേറെ കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയത് റദ്ദാക്കപ്പെടുകയും പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു കാര്യമായിരുന്നു ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കണമെന്ന് ചോദിച്ചാൽ എടുക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമല്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.